ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാറിൻ്റെ ടയർ അത് എന്തൊക്കെ കാറിൻ്റെ ടയറിനെ പറ്റി അറിഞ്ഞിരിക്കണം. കാറിൻ്റെ ടയറിൻ്റെ മുകളിൽ കുറേ നോട്ടിഫിക്കേഷൻസ് കുറേ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടയറിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ നേരം നമുക്ക് വെഹിക്കിളിൻ്റെ അതായത് ടയർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിളിനെ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് കിട്ടും. പിന്നെ അത് കൂടാതെ കണ്ട് ടയർ കൃത്യമായി ഷെഡ്യൂളിൽ അത് സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അലൈൻമെന്റ് ബാലൻസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺസും ആക്സിഡൻസും കാര്യങ്ങളും ടയർ കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡൻസും കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ ടയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ അതായത് കിട്ടുന്നതിനെക്കാട്ടും 2-3 കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ടയർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ ലൈഫ് 40,000 പ്ലസ് 50,000. കാരണം ഞാനിത് പറയാൻ കാരണം എൻ്റെ ഫസ്റ്റത്തെ ടയർ സ്റ്റോക്ക് ടയർ ഉണ്ടായിരുന്നു, അത് ഗുഡിയറിൻ്റെ ടയറായിരുന്നു. അത് ഏകദേശം 62,000 കിലോമീറ്റർ നല്ല രീതിയിൽ അതായത് എല്ലാ 5,000 കിലോമീറ്റേഴ്സ് വെച്ചിട്ട് ഞാനത് അലൈൻമെന്റ് ബാലൻസിങ് റൊട്ടേഷൻ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് 62,000 കിലോമീറ്റർ ഫസ്റ്റ് ടയറിൽ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതിൽ നമുക്ക് ടയറിന്റെ പേര് ഇപ്പം ടയറിന്റെ പേര് ഗുഡിയർ, ബ്രിഡ്സ്റ്റോൺ, മെഷ്ലി അങ്ങനെയുള്ള കുറെ ടയർസ് ഉണ്ടാകും. ആ ടയറിന്റെ പേര് നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണിച്ച പോലെയാണെങ്കിൽ 215/65/615 215 എന്ന് പറയുന്നത് ടയറിന്റെ വിഡ്ത്താണ്, അതായത് റോഡുമിൽ തട്ടുന്ന ആ ഭാഗത്തിന്റെ സൈസിനെയാണ് 215 എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്തത്. 65 കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ടയറിന്റെ സൈഡ് വാളിന്റെ വിഡ്ത്തിനെയാണ്. R15 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ടയറിന്റെ റേഡിയസിനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. 15 ഇഞ്ച് ടയർ, 14 ഇഞ്ച്, ഇതിപ്പം R15 ആണ്. അപ്പോൾ 15 ഇഞ്ചിന്റെ ടയറിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ചെറിയ വണ്ടികൾക്കെല്ലാം R14, R13, R14, R15 ഇതൊക്കെയാണ് ചെറിയൊരു ഹാച്ച് ബാക്ക് കാറുകൾക്കെല്ലാം സാധാരണ ഉണ്ടാവാറ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടയറിന്റെ മുകളിൽ ഇംപ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ നമ്പേഴ്സ്, ഫിഗേഴ്സ് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഡിനോട്ട് ചെയ്യാറ് സാധാരണ. ടയറിന്റെ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ട്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ത്രെഡ് വെയറിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. പിന്നെ മാക്സിമം ഒരു ടയറിന് എത്രത്തോളം വെയിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത്, ഒരു ടയറിന് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് എന്താണെന്നുള്ളത്, മാനുഫാക്ചറിങ് ഡേറ്റ്, ഇതൊക്കെയാണ് സാധാരണ ഒരു ടയറിന്റെ മുകളിൽ നമ്പേഴ്സ് ആയിട്ട് കൊടുക്കാറുള്ളത്. ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ സാധാരണ ടയറിന്റെ സൈഡ് വാളിലാണ് കൊടുക്കാറ്. എല്ലാ ഇൻഡിക്കേഷൻസും സൈഡ് വാളിലാണ് ഉണ്ടാവാറ്. ടെമ്പറേച്ചർ ഇതിപ്പോ ഞാനിപ്പോ ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ ടയറിന്റെ മുകളിലുള്ള ഒരു ഇത് തന്നെയാണ് കാണിച്ചത്. ടെമ്പറേച്ചർ ആണ്. എന്ന് പറയുമ്പം ഹോട്ട് ഏരിയയിൽ അതായത് ചൂട് സ്ഥലങ്ങളിലെല്ലാം ആ ടയർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ടയറിന് യാതൊരുവിധ കാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. അതേ സമയത്ത് നല്ലൊരു ചൂട് ഇപ്പം ഗൾഫ് കൺട്രീസിൽ ഒരു B എന്നുള്ള ഒരു വാല്യൂ ഉള്ള ടയറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് 50-60 വരെ ഡിഗ്രികൾ പോകാറുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടയർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെയാണ് അടുത്ത സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. C എന്ന് പറയുമ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ അതായത് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ടെമ്പറേച്ചർ വാല്യൂ C ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് സാധാരണ ഈ ടയറിന്റെ ഈ സൈഡ് വാളിലാണ് ഇത് സാധാരണ ഉണ്ടാവാറ്. അതാണ് ടെമ്പറേച്ചറിനെ പറ്റി. പിന്നെ ത്രെഡ് വെയർ ഇപ്പം ഇതും എൻ്റെ ടയർ മെഷ്ലിയാണ്. മെഷ്ലിൻ്റെ അകത്താണ് ഞാൻ നോക്കിയതിൽ ഏറ്റവും കൂടുതൽ ത്രെഡ് വെയർ കിടക്കുന്നത്. 420 ആണ് ത്രെഡ് വെയർ. ഈ ത്രെഡ് വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ടയറിന്റെ നടുക്കുള്ള ഈ ഒരു പോർഷൻ്റെ അടുത്ത് ഇങ്ങനൊരു ഇൻഡിക്കേഷൻ കാണാം. ഇവിടെ ഞാൻ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ടോ? അപ്പൊ ഈ ഇൻഡിക്കേഷന്റെ അടുത്ത് നമ്മൾ ടയർ ഓടി തഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ, അതായത് ഈ കട്ടയില്ല ഭാഗം ഇത് കുറച്ച് താണിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ട സമയമായി എന്നാണ് അർത്ഥം. ത്രെഡ് വെയറിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, ടയറിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അതായത് ഇവിടുന്ന് ഓടി വന്ന് ഇപ്പൊ കട്ട് ചെയ്താണെങ്കിൽ ഇതാണ് ലിമിറ്റ് എങ്കിൽ കട്ട തഴഞ്ഞ് വന്ന് ഈ ഒരു ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ മാറ്റണം എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും മാറ്റാറില്ല. അതെന്താ, ടയർ പരമാവധി മൊട്ടയാകുന്ന വരെ കണ്ടീഷനിൽ വരെ ഓടി എന്നിട്ടാണ് അത് മാറ്റാറ്. പക്ഷെ അങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കണ്ടീഷൻസ് അങ്ങനെയെല്ലാം വരാറ്. അതേ സമയത്ത് ഈ ഒരു ലെവലിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ ടയറിന്റെ ലൈഫ് തീർന്നു എന്ന് പറയാം.
അത് ത്രെഡ് വെയർ ഇൻഡിക്കേറ്റർ എല്ലാ ടയറിന്റെ മുകളിലും അത് ഉണ്ടാവും. അതും ഈ സൈഡ് ബോളിലാണ് ഉണ്ടാവുക. എത്രയാണ് ത്രെഡ് വെയർ? ഈ ത്രെഡ് വെയറിന്റെ നമ്പർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടയറിന്റെ ലൈഫ് കൂടുന്നർത്ഥം. അതായത് ഇപ്പൊ 200 ഒരു നമ്പർ ആണെങ്കിൽ ഒരു 2 കൊല്ലം കിട്ടുന്നുണ്ടെങ്കിൽ ആ ആള് തന്നെ, ആ വ്യക്തി തന്നെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 400 ടയറിന്റെ ത്രെഡ് വെയറിലുള്ള ടയർ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ 4 കൊല്ലം കിട്ടും. അത് ഓടിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിട്ടും അത് വാല്യൂ ഉണ്ട്, വ്യത്യാസം വരാം. അടുത്തത് ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വെറ്റ് കണ്ടീഷൻസിൽ ഓടുന്നേരം അതിന്റെ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ട്രാക്ഷൻ. അത് സാധാരണ ഉണ്ടാവാറ് ഏറ്റവും ഹയസ്റ്റ് ട്രാക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ട്രാക്ഷൻ എന്ന് പറയുന്നത് എ ആണ്, പിന്നെ ബി, പിന്നെ സി. സി എന്ന് പറയുമ്പോൾ ഏറ്റവും ട്രാക്ഷൻ കുറവാണ്. അതായത് വെറ്റ് കണ്ടീഷനിൽ ടയറിന് ഗ്രിപ്പ് കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് പോയിന്റിനെയാണ് ട്രാക്ഷൻ എന്നുള്ള ഇതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും നല്ലത് എ എടുക്കുന്ന എ കിട്ടുന്നേരം ടയറിന് അത്രത്തോളം നമ്മൾ വില കൊടുക്കേണ്ടി വരും. അതിന്റെ ജസ്റ്റ് ബിലോ ഉള്ളത് എ. ഇപ്പൊ ഇതിന്റെ ഈ ടയർ മിഷ്ലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് എ ആണ് അതിന്റെ ട്രാക്ഷൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാല്യൂവിൽ വരുന്നത്. ഈ 86H, അതായത് മാക്സിമം ലോഡ് കപ്പാസിറ്റി, ഒരു ടയറിന് എത്രത്തോളം വെയിറ്റ് താങ്ങാമെന്നുള്ളത്. 86 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അതാണ്. ഈ H എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ ഈ ഒരു 86H, 86T, 86V അല്ലെ 96V അങ്ങനെയെല്ലാം സാധാരണ ഉണ്ടാവാറ്. ഈ രണ്ടാമത്തെ HT, ഈ ഒരു ക്യാരക്ടർ ഡിനോട്ട് ചെയ്യുന്നത് ടയറിന്റെ സ്പീഡ്, എത്രത്തോളം സ്പീഡിൽ വരെ ആ ടയറിന് പോകാൻ പറ്റും, മാക്സിമം സ്പീഡാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇതിപ്പം ടയറിന്റെ ഫിഗർ തന്നെയാണ്. 86 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടയറിന്റെ മുകളിൽ 530 കിലോഗ്രാം വരെ ആ ടയറിന് താങ്ങാൻ വേണ്ടി പറ്റും, ഒരു ടയറിന്. അങ്ങനെ 4 ടയറും കൂടിയിട്ട് താങ്ങാവുന്ന വെയിറ്റ് ആണ് നമുക്ക് വണ്ടിയിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ഈ 86 എന്ന അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ H എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എത്ര സ്പീഡ് വരെ ആ ടയറിന് പോയാലും ആ ടയറിന് അത് കേപ്പബിൾ ആണ്. ഇപ്പൊ H എന്ന് പറയുമ്പോൾ മാക്സിമം സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ 210 കിലോമീറ്റർ പെർ ഹവർ വരെ ആ ടയറിന് പോയാൽ, പക്ഷെ 210 കിലോമീറ്റർ ആയിട്ട് ടയർ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടയറിന് H ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പൊട്ടിയെന്നില്ല ഇതില്ല. എന്നാലും ഒരു കല്ല്, കാര്യമായിട്ടുള്ള ഒരു കല്ല് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാം. പക്ഷെ കല്ലൊന്നും ഇല്ലാത്ത കണ്ടീഷൻസിലാണ് ഈ ഒരു 210 കിലോമീറ്റർ വരെ ആ ടയറിന് പോകാം എന്നുള്ള ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ടയറിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഈ ഒരു കാര്യം നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതാണ്. ഒരു ടയർ സാധാരണ വാങ്ങുന്ന സമയത്ത് ഓരോ ടയറിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയറിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലമാണ്. അതായത് അതിന്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടയറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ അത് ആരും ശ്രദ്ധിക്കാറില്ല. അത് ഇപ്പൊ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പിടിയെന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് എന്താ 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ്, അത് പിന്നെ യൂസ് ചെയ്യില്ല. അതേ സ്ഥാനത്ത് നമ്മളൊരു ടയറിന്റെ മുകളിൽ ആരും നോക്കാറില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഈ ടയറിന്റെ എക്സ്പയറി ഡേറ്റ്, അതായത് മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് സാധാരണ ടയറിന്റെ മുകളിൽ ഉണ്ടാവുക. എക്സ്പയറി ഡേറ്റിൽ ഉണ്ടാവുക മാനുഫാക്ചറിങ് ഡേറ്റ്. ഇങ്ങനെ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് 3919. 3919 ആണെങ്കിൽ ഇതിനകത്തിലെ ആദ്യത്തെ 2 അക്കം, ഇപ്പൊ 39 എന്നുള്ള അക്കം 39 എന്താണ് ആ കൊല്ലത്ത്, അതായത് ഏത് ഇയറിലാണോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, ഇതിപ്പോ 2019 മാനുഫാക്ചർ, ആ കൊല്ലത്തെ ആഴ്ചേനെ ഡിനോട്ട് ചെയ്യുന്നതാണ് 39. ഏത് വീക്ക്? 39th വീക്കിലാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഏത് കൊല്ലം? അതാണ് രണ്ടാമത്തെ 2 അക്ഷരം കാണിച്ചിരിക്കുന്നത്, 2019 എന്നുള്ളത്. അപ്പൊ ഇതിപ്പോ 3919 ആകുമ്പോൾ 39ാമത്തെ ആഴ്ച 2019 കൊല്ലത്തിലാണ് ഈ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ മാനുഫാക്ചറിങ് ഡേറ്റ് മുതൽ 4 കൊല്ലമാണ് നമ്മൾ ഒരു ടയറിന്റെ ഒരു ടയറിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയും. ഇതുവരെ പറഞ്ഞതാണ് ടയറിന്റെ അകത്തുള്ള സൈഡ് ബോർഡിൽ ഇംപ്രിന്റ് ചെയ്തിരിക്കുന്ന കുറെ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ജസ്റ്റ് പറയുന്നത് ടയർ എങ്ങനെ നല്ല രീതിയിൽ ടയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള 2-3 പോയിന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു ടയറിനകത്ത് മാക്സിമം അതിന്റെ ടയറിന്റെ പ്രഷറിന്റെ ലിമിറ്റ് 30 PSI ആണെങ്കിൽ നമ്മളിപ്പോൾ അതിനകത്ത് 20 PSI കാറ്റില്ലു. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ചെക്ക് ചെയ്തിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ 2-3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 20 PSI 25 PSIയിലേക്ക് എത്താം. 20 PSIയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടയറിന്റെ അകത്തുള്ള ഒരു IR ക്യാമറേന്റെ ഒരു വ്യൂ ആണ്. അതായത് ടയറിന്റെ അകത്ത് 20 PSIയിൽ എത്തുമ്പം സെയിം ടയർ തന്നെയാണ്, പക്ഷേ എങ്കിൽ ഇവിടെ ഈ ഒരു റെഡ് കാണിച്ചിരിക്കുന്നിടത്ത് ടയർ അത്രത്തോളം ചൂടാവും. ആ ടയർ അത്രത്തോളം ചൂടാകുന്ന നേരം എന്താവും, ആ ടയറിന് തേയ്മാനം കൂടിക്കൂടി വരും. അതേ സ്ഥാനത്ത് അതേ ടയർ തന്നെ ആ പറഞ്ഞിരിക്കുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ
ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് വലിയ ഒരു ചൂടിലേക്ക് വരുന്നില്ല, ചെറിയൊരു ഹീറ്റ് മാത്രമേ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. പിന്നെ ഹീറ്റ് ടയറിനകത്ത് നിറയ്ക്കുന്ന കാറ്റിനെ പറ്റിയിട്ട് കുറേ ആൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ചില ആൾ പറയും നൈട്രജൻ ആണ് നല്ലത്, ചില ആൾ പറയും സാധാരണ എയർ തന്നെയാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് ഇത്രയും കാലം ഓടിയതിൽ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നൈട്രജൻ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഫില്ല് ചെയ്യുമ്പോൾ ഓരോ ടയറിനും ഒരു 50 രൂപ വെച്ച് കൊടുക്കണം എന്നാണല്ലോ. അന്നേരം ഒരു 4 ടയറിനും കൂടി ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു ഹീറ്റ് കാണിച്ചല്ലോ, ഈ ഒരു ഹീറ്റ് ആവുന്നത് നൈട്രജനെ സംബന്ധിച്ചിട്ട് വളരെയധികം മറ്റേ സാധാരണ എയർ അടിക്കുന്നതിനെക്കാട്ടും കുറവായിരിക്കും. ആ കുറവ് അതായത് ഹീറ്റ് അന്നേരം കുറയും. ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി ടയറിന്റെ ലൈഫ് സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. പിന്നെ ഓരോ 5000 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാലും, 5000 എന്ന് ഞാൻ പറയുന്നത് ഒരു ഓർമ്മിക്കാനുള്ള ഒരു ഫിഗർ കൊണ്ടാണ് 5000 പറയുന്നത്. ഓരോ 5000 കിലോമീറ്റർ കഴിയുന്നതോറും ടയർ കൃത്യമായിട്ട് റൊട്ടേഷൻ ചെയ്യണം. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവിന്, റിയർ ആൻഡ് ഫോർ വീൽ ഡ്രൈവിനും ഫ്രണ്ട് വീൽ ഡ്രൈവിനും 2 രീതിയിലാണ് റൊട്ടേഷൻ വരുന്നത്. അത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ നല്ലൊരു അലൈൻമെന്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഏത് ടയർ എങ്ങനെ ബാക്കിലേക്ക് ഇടണോ മുമ്പിലേക്ക് ഇടണോ എന്നുള്ളത്. അത് ടയർ കൃത്യമായി റൊട്ടേഷൻ ചെയ്യണം. റൊട്ടേഷൻ മാത്രമല്ല, റൊട്ടേഷൻ പിന്നെ ബാലൻസിങ്, അലൈൻമെന്റ് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഈ ടയറിന്റെ മുകളിൽ, അതായത് ഇങ്ങനെയുള്ള മാർക്കുകൾ ചിലത് ടയറിന്റെ അറ്റത്ത്, അതായത് ടയറിന്റെ ഉള്ളു ഭാഗമല്ല പുറം ഭാഗത്ത് ത്രെഡ് മാത്രം തയ്യുന്നതായിട്ട് കാണാം. ചിലപ്പോൾ നടുക്ക് ഉള്ള ത്രെഡ് തയ്യുന്നതായിട്ട് കാണാം, ചിലപ്പോൾ അറ്റത്തില്ല. ഇങ്ങനെയുള്ള 2 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് കാറ്റ് കൂടിയതും ഒന്ന് കാറ്റ് കുറഞ്ഞു. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കുറഞ്ഞത് കൊണ്ട് ത്രെഡ് തയ്യുന്നതാണ്. ഇത് കാറ്റ് കൂടുമ്പോൾ, അതായത് 30 നമ്മൾ അടിക്കേണ്ടതെങ്കിൽ നമ്മൾ അതിനകത്ത് 35, 36 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കത്തെ ഭാഗം കുറച്ച് പൊന്തി നിൽക്കും. അപ്പോൾ അത് മാത്രമായിരിക്കും റോഡുമിൽ തട്ടിയിട്ട് കൂടുതൽ തയ്യുക. അതേ സമയത്ത് ടയറിന്റെ കാറ്റ് കുറവ് വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ, അതായത് അതിന് ഒരു ഡിസൈഡ് പ്രഷർ ഉണ്ട്, ആ പ്രഷറിനെക്കാട്ട് കുറച്ചിട്ടാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ 2 സൈഡ് തയ്യാൻ വേണ്ടി തുടങ്ങും. ഒറ്റ സൈഡെല്ലാം തയ്യുന്നതാണെങ്കിൽ ടയറിന്റെ ബാലൻസിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് സാധാരണ ഉണ്ടാവാറ്. അത് ഈ അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാലൻസിങ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അൺഈവനായിട്ട് തയ്യുന്നത് വളരെയധികം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അത് നമുക്ക് സാധാരണ ടയറിന്റെ ത്രെഡ് വെയർ കണ്ണിനെ കൊണ്ടുതന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും ത്രെഡ് എങ്ങനെ തയ്യുന്ന, അകത്താണോ പുറത്താണോ ഏതാണോ എന്നുള്ളത്. പിന്നെ അലൈൻമെന്റും ബാലൻസിങ്ങും കൃത്യമായിട്ട് എല്ലാ 4000, 5000 കിലോമീറ്ററിലും ചെയ്യുന്നതാണ് നല്ലത്. ബാലൻസിങ് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇതിന്റെ സൈഡിലെ ത്രെഡ് മാത്രം തയ്യുന്നത് വളരെയധികം കുറഞ്ഞിരിക്കും. പിന്നെ അലൈൻമെന്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ടയർ സ്ട്രെയിറ്റ്, ഇപ്പം അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്നല്ല സാധാരണ ഡ്രൈവിംഗ് പൊസിഷനിൽ ചെക്ക് ചെയ്യുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ ചെറിയൊരു തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അലൈൻമെന്റ് തെറ്റിയെന്നാണ് അർത്ഥം. ബാലൻസിങ് നമുക്ക് ഈ ഒരു ത്രെഡിന്റെ മുകളിൽ ഇതുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ടയറിന്റെ ലൈഫ് തന്നെ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ